ശാസ്ത്രജ്ഞനും ഇത്തരത്തിൽ വിഷയങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഗവേഷണം നടത്തുകയും ചെയ്യുന്ന MG മനോജാണ് നമ്മോടൊപ്പമുള്ളത്. ശ്രീ മനോജ്, ഇത്തരം ഒരു സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷങ്ങളെ ഓരോ വർഷം ചെല്ലുന്തോറും ചൂടിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാവുക? ഓക്കെ, താങ്കളുടെ ആദ്യത്തെ ചോദ്യം ഈ ഓരോ വർഷവും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. എല്ലാ വർഷവും ഒരുപോലെയല്ല ചൂട് കൂടുന്നത് എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും പൊതുവിൽ അതിൻ്റെയുള്ള ഒരു ദീർഘകാല ട്രെൻഡ് ചൂട് കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. പൊതുവിൽ ചൂട് കൂടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആഗോളമായി സംഭവിക്കുന്ന ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റൊന്ന്, ഈ ഒരു പ്രദേശത്ത് ചൂട് കൂടുന്നതിന് പ്രാദേശികമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. അപ്പം ആഗോളവും അതുപോലെ പ്രാദേശികവുമായി ഈ രണ്ട് ഘടകങ്ങളും ഒന്നു ചേരുമ്പോഴാണ് ഇതിന്റെ തീവ്രത വർദ്ധിക്കുന്നത്. പൊതുവിൽ നമുക്കറിയാം, ഈ വർഷം ചൂട് കൂടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഈ സ്ഥലത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി ഉൾപ്പെടുന്ന കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഉള്ള മഴയുടെ ലഭ്യതക്കുറവ് തന്നെയായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാരണം. മഴ എന്ന് ഉദ്ദേശിച്ചത് കഴിഞ്ഞ തുലാവർഷം മുതൽ നമുക്ക് വളരെയധികം മഴയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ പൊതുവിൽ സംസ്ഥാനമാകെ നോക്കിയാൽ ഒരു 17-18% കുറവാണ്. എങ്കിലും പല ജില്ലകളിലായി നമ്മളത് എടുത്തു നോക്കുമ്പോൾ ടെമ്പറേച്ചർ, ഉദാഹരണത്തിന് കാസർഗോഡ്, കണ്ണൂര് മുതലായ വയനാട് മുതലായ സ്ഥലങ്ങളിൽ 40%-ലധികവും മഴ കുറവായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൊതുവെ മഴ ഇല്ല എങ്കിലും ഒരു 2 സെന്റിമീറ്ററോളം ഒക്കെ മഴ കേരളത്തിൽ പൊതുവെ ലഭിക്കാറുണ്ട്. അതും ലഭിച്ചിട്ടില്ല. 100%വും ആ ജനുവരി ഫെബ്രുവരിയിൽ കിട്ടുന്ന മഴയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മണ്ണ് വളരെയധികം വരണ്ട് ഉണങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം, അന്തരീക്ഷത്തിൽ മേഘങ്ങളുടെ അളവ് വളരെ കുറവാണ്. വളരെ ക്ലിയർ സ്കൈ കണ്ടീഷനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സൂര്യൻ ഇപ്പോൾ ഭൂമധ്യരേഖയുടെ മാർച്ച് 21 ആകുമ്പോൾ ഭൂമധ്യരേഖയ്ക്ക് നേരെ എത്തും. അതിനുശേഷം അതിന്റെ ഉത്തരായന രേഖയിലേക്കുള്ള അതിന്റെ ഒരു പ്രയാണം കൂടിയാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ പൊതുവിൽ തെക്കേ ഇന്ത്യയിൽ മറ്റ് നോർത്ത് ഇന്ത്യ അപേക്ഷിച്ച് ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയ അവസ്ഥയാണുള്ളത്. ഇത്തരത്തിൽ സൂര്യൻ നേരെ മേലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം വളരെ ലംബമായിട്ടാണ് പതിക്കുക. എന്ന് പറഞ്ഞാൽ പ്രകാശ തീവ്രത ഒട്ടും കുറഞ്ഞു പോവാതെ, അതോടൊപ്പം അന്തരീക്ഷം ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന സൂര്യപ്രകാശം ഒട്ടും പ്രതിഫലിച്ച് ബഹിരാകാശത്തേക്ക് പോവാതെ ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ തങ്ങി നിൽക്കും. അതോടൊപ്പം അന്തരീക്ഷത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കാറ്റിന്റെ ദിശയിലുണ്ടാകുന്ന വ്യത്യാസം. ഒരു ആന്റി സൈക്ലോൺ അല്ലെങ്കിൽ എതിർ ചുഴലി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഭൂമിയുടെ നേരെ ഉപരിതലത്തിലല്ല, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു 3 മുതൽ 5 കിലോമീറ്റർ വരെ ഉയരത്തിലായി ക്ലോക്ക് കറങ്ങുന്ന അതേ ദിശയിൽ വായുവിന്റെ ഒരു വൻ ചുഴി പോലെ കാണപ്പെടാറുണ്ട്. ആ ചുഴി എന്ന് പറയുമ്പോൾ നമ്മളൊരു ചുഴലിക്കാറ്റിനെ സങ്കല്പിച്ചാൽ അതിൽ കാറ്റ് സാധാരണ രീതിയിൽ ഘടികാര ദിശയ്ക്ക് വിപരീതമായിട്ടാണ് എങ്കിൽ ഇവിടെ ഘടികാര ദിശയിൽ തന്നെയാണ് വായു കറങ്ങുന്നത് അന്തരീക്ഷത്തിന്റെ മേൽഭാഗത്ത്. അത്തരത്തിലുള്ള ഒരു കറക്കം ആ 3 മുതൽ 5 വരെ കിലോമീറ്റർ ഭാഗത്തു നിന്നുള്ള വായുവിനെ താഴോട്ടേക്ക് തള്ളുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ താഴേക്ക് ഒരു പ്രഷർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം വരുമ്പോൾ ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായി എയർ ചൂടാവുകയും ചെയ്യും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സൂര്യനിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയുടെ ഉപരിതലത്തെ ചൂടാക്കുന്നത് കൂടാതെ അന്തരീക്ഷ വായു മേലെ നിന്ന് താഴേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടും കൂടിയുള്ള ഈ സമ്മർദ്ദ താപനം കൂടി ചേരുമ്പോൾ, അതോടൊപ്പം ആഗോളതാപനത്തിന്റെ ഒരു എഫക്റ്റ്, ഈ 3 ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഇങ്ങനെ അസ്വാഭാവികമായ രീതിയിൽ ചൂട് വർദ്ധിക്കുന്നത്. താങ്കളുടെ രണ്ടാമത്തെ ചോദ്യം ഇതിനെ എങ്ങനെ തടയാം എന്നുള്ളതാണ്. മനുഷ്യന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ആഗോളതാപനത്തിന്റെ ഭാഗമായുള്ള എമിഷൻ അത് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അത് ലോക്കലായിട്ട് കുറയ്ക്കുകയും അതുപോലെ തന്നെ ആഗോള അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്രാവശ്യം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ ഈ അടുത്തിടയിൽ WMO പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ഫോസിൽ ഫ്യൂവലിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ വളരെയധികം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഹരിതഗൃഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ വളരെയധികം കൂടുമ്പോൾ അവയ്ക്ക് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുകയും അതൊരു കമ്പിളിപ്പുതപ്പ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചൂട് കൂടുകയും ചെയ്യും.
അപ്പം ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയത് പച്ചപ്പ് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം പ്രകൃതി സൗഹാർദ്ദമായ എനർജി ഉപയോഗം, അതായത് നമുക്ക് സോളാർ എനർജി ഹാർവെസ്റ്റിങ്, അതുപോലെ മറ്റ് പരമ്പരാഗത മാർഗങ്ങളിൽ നിന്നുള്ള എനർജി ഉപയോഗത്തെ കൂട്ടിക്കൊണ്ട് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഏറ്റവും അധികം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഘടകങ്ങൾ. എല്ലാ കാര്യത്തിലും നമുക്ക് സൊല്യൂഷൻ ഇല്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് തരം തിരിച്ച് ഓരോ പ്രദേശത്തും ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിന് എനിക്ക് പറയാനുള്ള അഭിപ്രായം.